സുഹൃത്തുക്കളെ, എനിക്ക് വ്യക്തിപരമായി പൊതുവെ പൊങ്ങി, സംഗി, അതേപോലെ കമ്മി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും നടത്തുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ചിലരുടെ ചില സ്വഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയോ പി കെ ഗുരുദാസിനെ പോലെയുള്ള വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള സഖാക്കളെ നമ്മൾ സഖാവെന്ന് തന്നെ വിളിക്കുക. നമ്മൾ ഒരിക്കലും അവരെ കമ്മി എന്ന് വിളിക്കാറില്ല. കോൺഗ്രസിൽ അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി, ജീവിച്ചിരിക്കുന്ന പല നേതാക്കന്മാരെയോ അവരെ നമ്മൾ കോൺഗ്രസ്സുകാരായിട്ട് തന്നെ കാണുന്നത് അവരെ. അതേസമയം ചില ആൾക്കാരെ നമ്മൾ പൊങ്ങിന്ന് വിളിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതേപോലെ തന്നെ ഇപ്പം നരേന്ദ്രമോദി എനിക്കിഷ്ടമാണ്, എസ് ജയശങ്കറിന് ഇഷ്ടമാണ്, കേരളത്തിൽ തന്നെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഒരുപാട് BJP നേതാക്കന്മാരെ നല്ല ഇഷ്ടമാണ്. പലരുമായിട്ട് വ്യക്തിപരമായിട്ട് ഈ മൂന്ന് പാർട്ടികളിലുമുള്ള ബന്ധമുണ്ട്. പക്ഷേ പശു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജൻ നിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചില അല്പബുദ്ധികളായ മന്ദബുദ്ധികളായ BJPക്കാരെ, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ അവരെ സംഘി എന്നല്ലാതെ വേറെന്താ വിളിക്കാൻ പറ്റുക? വിവരമില്ലാത്ത ചാണക സംഘികൾ തന്നെ അവരെ വിളിക്കേണ്ടി വരും. ഇപ്പം ഇത് വിക്രം മിശ്രയ്ക്കെതിരെ, ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള അക്രമം നടക്കുകയാണ്. BJP പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത് വരുന്നത്, BJP അനുഭാവികളുടെ. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ യുദ്ധം വെടിനിർത്തലുണ്ടായതും അതിൻ്റെ മുഴുവൻ കുറ്റവും അദ്ദേഹത്തിന് തലയിൽ കെട്ടി വെക്കുക? ആലോചിച്ച് നോക്കണേ ഈ അല്പന്മാരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. വിക്രം മിശ്രി ആരാ? വിക്രം മിശ്രയെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ആക്ഷേപം നടക്കുന്നു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് അവസാനം തൽക്കാലത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്തു. ഈ സൈബർ അക്രമം സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹത്തിന്റെ മകൾ രോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ, അദ്ദേഹത്തിന്റെ മകൾ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹം അല്ല തീരുമാനിക്കുന്നത്. അവരുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു. എന്റെ പെങ്ങന്മാരുടെ കാര്യത്തിനകത്ത് എനിക്കൊരു പരിധിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അവരെ ചില പേഴ്സണൽ കാര്യങ്ങൾക്കകത്ത് ബാക്കിയുള്ളതിനകത്തൊക്കെ നമ്മൾ അഭിപ്രായം പറയുന്നില്ല. അതൊരു പരിധിക്ക് അപ്പുറം പറഞ്ഞാൽ അവർ കേൾക്കൊന്നുമില്ല. എൻ്റെ അനിയത്തിമാരെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും പറയണ മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അനിയത്തിമാർ കേട്ടിട്ടില്ല. അവനോട് ഇഷ്ടത്തിന് വീട്ടിലുള്ളവരെല്ലാം പോകുന്ന രീതി, സ്വന്തം ഭാര്യയെ പോലും അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കരുതെന്നും, ഭർത്താവിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കരുതെന്നും, മക്കളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കരുതെന്നും ആണ് എൻ്റെ അഭിപ്രായം. ഖലീൽ ജിബ്രാൻ പാരന്റിങ്ങിനെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തേണ്ടതെന്നുള്ളത്. Your children are not your children. They came through you, not from you. Give them your care, not your thoughts എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറിയോ അതിൻ്റെ മലയാളം എന്താണെന്നുള്ളത് ചാണകസംഖ്യകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേത് മാത്രമല്ല, അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ, നിങ്ങളിൽ നിന്നല്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ് നൽകേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ചിന്തകൾ അവരിൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാരന്റിങ്ങിനെ കുറിച്ച് ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള, പ്രണയത്തിന്റെ പ്രവാചകൻ ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുള്ള വരികളത്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിവരമില്ലാത്തവന്മാർ ഇങ്ങനെ വിളിച്ചു പറയുക വിക്രം മിശ്രി ഒറ്റയ്ക്ക് ഇങ്ങനെ തീരുമാനം എടുക്കുക. ആരാ വിക്രം മിശ്രി? 1900 എനിക്ക് തോന്നുന്നു അദ്ദേഹം 1989 IFS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. 25ാമത്തെ വയസ്സിലാണ് IFS ക്വാളിഫൈ ചെയ്യുന്നത്. ഇപ്പൊ 60 വയസ്സാണ് പ്രായം. 25ാമത്തെ വയസ്സിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വരിക അദ്ദേഹം. കേവലം 32 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യ ഗുജറാളിന്റെ സെക്രട്ടറിയായി. ആലോചിച്ച് നോക്കും, 32 വയസ്സിൽ ജൂനിയർ IFS ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി. അത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള നിയമനമാണ്. ഓരോ പ്രധാനമന്ത്രിമാരും അവർക്ക് ഇഷ്ടമുള്ള ആളെയാണ് കൊണ്ടുവന്നിടുക. അത് അതിനുള്ള ഏബിൾ ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഐക്യ ഗുജറാളിന്റെ മാത്രമല്ല, ജനതാദളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഐക്യ ഗുജറാളിന്റെ സെക്രട്ടറി 97 വരുന്നു. പിന്നീട് മൻമോഹൻ സിംഗ്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗും അദ്ദേഹത്തെ തന്നെ ചൂസ് ചെയ്യുന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നു BJPയുടെ. അതായത് BJPയുടെ നരേന്ദ്രമോദി, കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗ്, ജനതാദളിന്റെ ഐക്യ ഗുജറാൾ, ഈ 3 പേർക്കും. അപ്പൊ ഇയാൾ അത്ര ഏബിൾ ആയിട്ടല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചായ്വുണ്ടായിട്ട് അല്ലല്ലോ. 3 പേർക്കും ഒരേപോലെ സ്വീകാര്യനാകാം. 3 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരേപോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെ ഓഫീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി, PM ഓഫീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യാൻമാറിൽ, അതേപോലെ സ്പെയിനിൽ, ചൈനയിലൊക്കെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇരുന്ന സ്ഥാനപതിയായിട്ട്, ഹൈക്കമ്മീഷണർ, അംബാസഡർ തുടങ്ങിയുള്ള തസ്തികകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നതാണ് അദ്ദേഹം ഇപ്പം S ജയശങ്കറിന്റെ പിൻഗാമിയായി വിദേശകാര്യ സെക്രട്ടറിയായി. ഈ പ്രസ് ബ്രീഫിംഗിൽ അദ്ദേഹമാണ് പങ്കെടുത്തത്. വിവിധ സൈനിക തലവന്മാരുടെ പ്രതിനിധികളുടെ കൂടെ അദ്ദേഹമാണ് കാര്യങ്ങൾ വിശദീകരിച്ച്, വെടിനിർത്തലിന്റെ കാര്യവും വിശദീകരിച്ച്. അതുകൊണ്ട് ഇയാൾ ഒറ്റയ്ക്കാണ് തീരുമാനം എടുക്കുന്നത്. വിവരം കേട്ടവർ, ഇയാൾ കാശ്മീരി പണ്ഡിറ്റ്, അതുകൂടി മനസ്സിലാക്കണം. കാശ്മീരിലെ ജനത അനുഭവിക്കുന്ന കെടുതികൾ എന്താണ് എന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പലായനം ചെയ്യപ്പെടേണ്ടി വന്ന
കൊന്നൊടുക്കപ്പെട്ട വംശഹത്യക്ക് വിധേയരായ അവിടുത്തെ മുസ്ലിം തീവ്രവാദത്തിന്റെ ഫലമായുള്ള എല്ലാ കെടുതികളും അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ പ്രതിനിധിയാണ് അദ്ദേഹം. പണ്ഡിറ്റുകളുടെ, കാശ്മീരി പണ്ഡിറ്റുകളുടെ, അവർക്കിടയിൽ ജനിച്ചു വളർന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ, ആ അനുഭവങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരാൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പം അത് രാജ്യത്തിന്റെ തീരുമാനമാണ്. എന്താ ഈ പ്രധാനമന്ത്രി പൊട്ടനാണോ നരേന്ദ്രമോദി? വിക്രം മിശ്രയ്ക്കാണ് തീരുമാനിക്കാൻ ഇന്ത്യയിൽ, ജനാധിപത്യ രാജ്യത്ത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ചാണകസംഖ്യകൾ വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്ന് വിവിധ സേനാ തലവന്മാരുടെ, നാവിക, വ്യോമ, കരസേനാ മേധാവികളുടെ ഓഫീസ് ഹവർലി ബേസിസിൽ അജിത് ഡോവലിന്റെ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസിലേക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹവർലി ബേസിസിൽ ഓരോ മണിക്കൂറിൽ നടന്നിട്ടുള്ള നിർണായകമായിട്ടുള്ള എവിടെ എത്തി നിൽക്കുന്നു, വേർ ഡു വി സ്റ്റാൻഡ്, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ്, പ്രോഗ്രസ് അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവർ മോണിറ്റർ ചെയ്യുക മാത്രമല്ല, അജിത് ഡോവലിന്റെ ഓഫീസിനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഓഫീസുമായും അതേപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഓഫീസുമായും ഹോട്ട്ലൈനാണ്. അവർ വേണമെങ്കിൽ മിനിറ്റ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും കാര്യങ്ങൾ. ഓരോ തീരുമാനം എടുക്കുമ്പോഴും വിവിധ സേനാ മേധാവികൾക്ക് നിങ്ങൾക്ക് ഉചിതമായ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ തന്നെയും ഇത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം പക്കത്ത് നിൽക്കുമ്പം അതിലെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിൽ വരെ ഇവരുടെ ഇടപെടലുണ്ട്. ഇവരാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഈ അജിത് ഡോവലും. അതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്നിട്ട് എല്ലാം ഈ വിക്രം മിശ്രയുടെ തലയെ കൊണ്ടൊന്ന് കെട്ടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും 25-ാമത്തെ വയസ്സിൽ ക്വാളിഫൈ ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നിന്ന് 3 പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാൾ, അത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ. ഇതുകൊണ്ടാണ് നിന്നെയൊക്കെ ചാണക സംഖ്യ എന്ന് വിളിക്കുന്ന വിവരം കിട്ടുവര്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ചാണകം തിന്ന് ഇങ്ങനെ ജീവിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. തലയ്ക്കകത്ത് ചാണകം നിറച്ച് വെക്കുന്നവര്. ചാണകം നല്ല സാധനമാണ്, അതിനെ കുറ്റമൊന്നുമില്ല. പണ്ട് കാലത്ത് നമ്മളെ വീട്ടിലെ തറ വരെ മെഴുകിയിരുന്നത് ചാണകം കൊണ്ടാണ്, ഈ ടൈൽസും ഈ കോൺക്രീറ്റും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്. ഓരോന്ന് കാണുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ ധാർമ്മിക രോഷം എന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഇമ്മാരി വൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ, വിവരം കെട്ടവന്മാരെ ഓരോ വർത്തമാനം കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ BJPയുടെ ശാപം കേരളത്തിൽ ഉൾപ്പെടെ. വിവരം കെട്ട എല്ലാ പാർട്ടിയിലും ഉണ്ട് വിവരം കെട്ടവന്മാര്. ഇതിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് താരതമ്യേന. എന്തെങ്കിലും വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മോദിജി. എന്തെങ്കിലും പരാജയം ഉണ്ടായ ഏതെങ്കിലും വഴി കൂടെ പോകുന്നത് തലയിൽ കെട്ടി വെക്കുക. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യ രാജ്യത്തിനകത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിനകത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഓഫീസിന്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസിന് ഏറ്റവും നിർണായകമായ പങ്കുണ്ട്. അവരറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല. അത് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ഗുഡ് മോർണിംഗ്.